ഇത്രയും വശങ്ങളായിട്ടുള്ള 2 കണ്ടസ്റ്റൻസ് നമ്മുടെ ബിഗ് ബോസിൽ ഇത്രയും നാളത്തെ ഷോയിൽ, അതായത് ഈ ഒരു വർഷത്തെ ഇത്രയും കണ്ടസ്റ്റൻസിനെ എടുക്കുവാണെങ്കിൽ നമ്മൾ അക്ബറിനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നെവിനെ പറഞ്ഞിട്ടുണ്ട്, ബിന്നിയെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരെ വിഷമാണ് കുത്തിത്തിരിപ്പാണെന്ന് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും അവസരവാദികളായിട്ടുള്ള വിഷം നിറഞ്ഞ 2 ആൾക്കാർ ഈ ആദില നൂറ. വേറെ ഒരു കണ്ടസ്റ്റൻസും ഇത്രയും വിഷമുള്ള ആൾക്കാരില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വേറൊന്നുമല്ല, ഇവർ കാണിക്കുന്ന അത്രയും അവസരവാദം അവിടെ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് കാണിക്കുന്നുണ്ടോ? ഇപ്പം അക്ബറിനെ പല രീതിയിൽ പറഞ്ഞു, അക്ബറിൻ്റെ കൂടെ നിന്ന ആൾക്കാരെ എല്ലാം ചതിച്ചു. പക്ഷേ ഒരിക്കൽ പോലും തൻ്റെ ഫ്രണ്ട്സിനെ ഇട്ട് കൊടുക്കാത്ത ആളാണ് അക്ബർ. കൂടെ നിന്നവരെല്ലാം ചേർത്ത് നിർത്തിയ ആളാണ്. ശൈത്യ അനുമോളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പറ്റില്ല, അല്ലെങ്കിൽ അനുമോൾക്ക് പുറത്ത് നെഗറ്റീവ് ആണെന്ന് കണ്ടപ്പം മറുകണ്ഠം ചാടിയിട്ട് പിന്നെ അനുമോളുടെ അടുത്തേക്ക് വരാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ചീറ്റിംഗ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവർ അങ്ങനല്ല, കൂടെ നിൽക്കും, കാല് വാരും, പിന്നെയും അനുമോളുടെ പുറകെ വരും, പിന്നെയും കൂടെ നിൽക്കും, കാല് വാരും, പിന്നെയും അനുമോളുടെ പുറകെ വരും. ഈ തവണ അനുമോൾ തീരെ അടുപ്പിക്കുന്നില്ലെന്ന് കണ്ടപ്പം 2ൻ്റെ സ്വഭാവം പുറത്ത് വന്നിരിക്കുകയാണ്. ഇത്രയും നാളും അക്ബർ ഭയങ്കര ഏറ്റവും വലിയ ദുഷ്ടനായിരുന്നു ആ ബിഗ് ബോസ് ഹൗസിൽ. അക്ബറിനോളം ദുഷ്ടത്തരമുള്ള ഒരാളില്ലെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടന്നത്. ഇവരെന്തൊക്കെ അക്ബറിനെ പറഞ്ഞു. ഷാനവാസിനോട് പിണങ്ങിയപ്പോൾ ഷാനവാസിനെ എന്തൊക്കെ പറഞ്ഞു. ഈ അനീഷേട്ടൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അനീഷേട്ടനെ എന്തൊക്കെ പറഞ്ഞു. ഇപ്പം അനുമോളെ പറയാത്തതായിട്ടൊന്നുമില്ല. ഇപ്പം ഇത്രയും നാളും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ഈ അക്ബറിൻ്റെ കൂട്ടും പിടിച്ചിട്ട് കൂട്ടമായിട്ട് അനുമോളെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകത്തിൽ ഏതെങ്കിലും ഫ്രണ്ട്സ്, റിയൽ ആയിട്ട് സ്നേഹിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇവർ ചെയ്യുന്നത്? അല്ലെങ്കിൽ തന്നെ ഇത്രമേൽ അവരെ രോഷം കൊള്ളിക്കാൻ വേണ്ടി അനുമോൾ എന്താ കിച്ചണിൽ കാണിച്ചത്? ആ പയറെടുത്ത് മാറ്റി വെക്കാൻ ശ്രമിച്ചതാണോ ആദിലയുടെ പ്രശ്നം? ഒരിക്കലും അല്ല, അതെന്തോ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത്. പക്ഷേ ഇവർ കാണിക്കുന്ന സുഹൃത്ത് ബന്ധം, ഇത്രയും നാളും കാണിച്ച ആ ബന്ധം, അത് ആരോടാണെങ്കിലും ഒരാളോട് ഇവർക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെന്ന് പറയുമോ? അനുമോൾ അറ്റ്ലീസ്റ്റ് ശൈത്യയെ സ്നേഹിച്ചു, ശൈത്യ കാലുവാരി. ഇവരെ 2 പേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ഇവർ കാലുവാരി ലാസ്റ്റിൽ അനുമോൾക്ക് PR ഉള്ളവളാണെന്ന് പറഞ്ഞ് അനുമോൾ പറഞ്ഞ ആ രഹസ്യം പോലും പബ്ലിക്കാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്ത 2 ആൾക്കാരാണ്. ഇവർക്ക് അവിടെ ആരോടാണ് യഥാർത്ഥ സ്നേഹമുള്ളത്? അത്രയും നാളും അനുമോളുമായിട്ട് കൂട്ടുപിടിച്ച് അനുമോളുടെ ഫെയിമിന് വേണ്ടി തന്നെ നിന്നെന്ന് പറയേണ്ടി വരും. അതിനുവേണ്ടി നിന്നിട്ട് അനുമോളുമായിട്ടൊന്ന് തെറ്റിപ്പിരിഞ്ഞപ്പോൾ അവർക്ക് അക്ബറും നെവിനും ഒക്കെ ഭയങ്കര ആൾക്കാർ, അവർ കൂട്ടുകൂടി ഭയങ്കര ചിരിയും കളി. ഇതിനു മുൻപേ അനുമോളും ഷാനവാസും ഇവരുടെ അടുത്ത് തെറ്റിപ്പിരിഞ്ഞപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു. അന്ന് അതുവരെ ഇല്ലാത്ത സ്നേഹം ആര്യനോടും അക്ബറിനോടും നമ്മുടെ നെവിനോടും ഒക്കെ. പെട്ടെന്ന് പിന്നെ ആ ഒരു ഫേക്കായിട്ടുള്ള എവിക്ഷനൊക്കെ കഴിഞ്ഞ് ഷാനവാസാണത് ചെയ്തെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഷാനവാസിനെ കെട്ടിപ്പിടിച്ച് പിന്നെ അക്ബറിൻ്റെ അടുത്ത് തിരിഞ്ഞ്, പിന്നെ അക്ബർ കൊള്ളാത്തവനായി. ഷാനവാസ് അന്ന് വരെ ഭയങ്കര മോശക്കാരനായിരുന്നു, വാഴയായിരുന്നു. അപ്പോൾ ഇവർക്ക് ആരെങ്കിലുമൊക്കെ കൂടെ നിൽക്കണം. ഇവരാണ് ശരിക്കും ഫേക്ക് ഫ്രണ്ട്ഷിപ്പും കാണിച്ച് അവിടെ നടക്കുന്നത്. ഇപ്പോൾ അനുമോൾ ഇവരുമായിട്ട് തെറ്റിയില്ലെങ്കിൽ ഒരിക്കലും ഇവർ അക്ബറിൻ്റെ അടുത്ത് പോകത്തില്ല, അക്ബർ തന്നെ മോശക്കാരനായി നിന്നേനെ. അപ്പോൾ അനുമോൾ തെറ്റിയത് കൊണ്ട് ഇവരുടെ റിയൽ സ്വഭാവം അറ്റ്ലീസ്റ്റ് അനുമോൾക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചു. ഷാനവാസിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഷാനവാസ് പുറത്തിറങ്ങുമ്പോൾ കാണട്ടെ ഇവരെന്തൊക്കെയാണ് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞതെന്ന്.